നമ്മളിപ്പോൾ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏതാണ്ട് ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട് 3900-4000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര രോഗികൾക്ക് അപ്പോൾ ESW ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ആ മെഷീൻ ഇല്ല. അത് നമ്മളതിൻ്റെ പുറകെ ഓടുകയാണ്. ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. അവർ പലതരം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പല ഓഫീസുകൾ കറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഡോക്ടറെക്കാളും വളരെ ഉന്നതരായ 4 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം അവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മന്ത്രിക്ക് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുകൂടി ആയിരിക്കുമല്ലോ വന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ശരിയല്ല എന്ന് ഈ 4 അംഗ സമിതി കണ്ടെത്തിയാണ്. അവർക്ക് ഇതിനകത്ത് കുറിച്ച് താല്പര്യത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് ബാക്കി ഡോക്ടർമാരെന്താണ് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത്. അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരും എന്നോടാണ് ഉപകരണം ചോദിക്കുന്നത്. അപ്പോൾ ഉപകരണം നടപ്പിൽ വയ്ക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കേണ്ടുന്നതും അത് സമയത്തിന് കിട്ടേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ട്. അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. ശസ്ത്രക്രിയ തുറന്നു പറയുന്നത് 27-ാം തീയതിയാണ്. 28-ാം തീയതി മാറ്റിവെച്ച് ശസ്ത്രക്രിയ നടക്കുന്നു എന്ന് പറയുന്നു. അത് ഡോക്ടറിന്റെ അറിവോട് കൂടിയാണോ ഈ മറ്റൊരു ഉപകരണം ഉപയോഗിച്ച്? അതെൻ്റെ അറിവോടുകൂടിയൊന്നുമല്ല. അത് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റാണ്, 3 യൂണിറ്റുകളാണ്. ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ 3 യൂണിറ്റാണ് അവിടെ ഉള്ളത്, യൂറോ 1, 2, 3. അപ്പോൾ നമ്മൾ മറ്റേ യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയേയില്ല. നമ്മൾ മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എൻ്റെ കയ്യിലാണ്. എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ. ഡോക്ടറെ ചട്ടലംഘനം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടറും അത് സമ്മതിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ്? അതറിയില്ല, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും അതതിൻ്റെ അപ്പം ചെയ്യും. മറുപടി എഴുതി വെച്ചിരിക്കുന്നു. അതാണ് ഞാൻ താമസിച്ചത്. ഇത്ര സമയം എല്ലാം വിത്ത് തെളിവ് അല്ലല്ല, ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുകയാണ്. വേറെ ആരും അറിയിക്കാം. കൊടുക്കാൻ പോകുന്ന വിശദീകരണം ഓൾറെഡി സമിതിക്ക് മുൻപാകെ കൊടുത്ത കാര്യങ്ങളല്ലേ? ആ തെളിവുകളും കാര്യങ്ങളെല്ലാം ഓൾറെഡി കൈമാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അല്ല, അതിപ്പോൾ അന്വേഷണ സമിതി എന്ന് പറയുന്നവർ അവർ പ്രത്യേക കുറച്ച് വിഭാഗക്കാരാണ്. അവർ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് പല ലെവലിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക. അപ്പോൾ ഇതിൻ്റെ ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും. ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും. അതൊന്നും നമുക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അല്ല, അതൊന്നും നമുക്കറിയില്ല. ഇത് പല ലെവൽ കടന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയില്ല. എന്താണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എൻ്റെ കൈ കിട്ടിയ അല്ലെങ്കിൽ അവരെന്താണ് കണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഡോക്ടർ ആരോഗ്യമന്ത്രിയായിട്ട് പിന്നീട് ഇല്ല. അയ്യോ, അങ്ങനെ ഞാൻ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. താങ്കൾ ആരോഗ്യമന്ത്രിയുടെ PSനെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. അതായത് ബന്ധപ്പെട്ട ഒരൊറ്റ ഉദ്യോഗസ്ഥരോട് പോലും താങ്കൾ നേരിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കാരണം കാണിക്കുന്ന നോട്ടീസിലുണ്ട്. ആരോഗ്യമന്ത്രിയുടെ PS ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരല്ലേ? ഇത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PS അതിൻ്റെ തെളിവുകളെല്ലാം എൻ്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അവരന്ന് അന്വേഷണ കമ്മീഷൻ ഫോട്ടോ കോപ്പി എടുത്ത് രാവിലെ 10 മുതൽ ഫോട്ടോ കോപ്പി എടുത്ത് 5 മണിയായിട്ടും തീർന്നില്ല. എന്നിട്ടാണ് അവർ 5 മണിക്ക് കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയത്. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവിടെ ഇരിപ്പുണ്ട് മേശപ്പുറത്ത്. അതായത് അന്വേഷണ സമിതിയുടെ പരിശോധനകൾ ശരിയായ തരത്തിലല്ല നടന്നതെന്നാണ്. അതെനിക്കറിയില്ല. അത് അവരെന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അവരെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്താണ് ഇത് നമുക്ക് ആ കോപ്പി കിട്ടിയെങ്കിലേ നമുക്കത് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ വെർഷൻ മൊത്തം കേട്ടിരുന്നു. എൻ്റെ വെർഷൻ മുഴുവൻ കേട്ടിരുന്നു. അവർ 2ാമത്തെ ദിവസം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു. അതിലൊക്കെ തൃപ്തിയുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടണം. അതെന്താണ് അവരുടെ അന്വേഷണ കമ്മീഷൻ അറ്റ്ലീസ്റ്റ് അത് മീഡിയയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ കാണിക്കണം. എന്താണ് അവർ അന്വേഷണ കമ്മീഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഇനി അതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനും തയ്യാറാണ്. മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ദിവസങ്ങൾ
ദിവസങ്ങളായി. ഇപ്പോൾ ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, അതായത് റിപ്പോർട്ട് സമർപ്പിച്ച ജൂലൈ 4-നാണ്, മന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് എത്തിയിട്ടും ദിവസങ്ങളായി. പിന്നീട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഈ കാരണം കാണിക്കൽ നോട്ടീസിന് എന്തെങ്കിലും വേറെ ലക്ഷ്യമാണ്? അതറിയില്ല. അതെന്തായാലും ഇതുപോലെ തന്നെയാണല്ലോ ഓഫീസ് പ്രൊസീജിയറുകൾ ഇതിനേക്കാളും മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് ആ ഒരു സ്പീഡ് അത് തന്നെയായിരിക്കും ഇതിൻ്റെയും. കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയതിനു ശേഷം KGMCT അടക്കമുള്ള ആളുകൾ പിന്തുണ അറിയിക്കുക? ഇല്ല, KGMCTയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് കാരണം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പ്രശ്നങ്ങളാണ്. എനിക്കിപ്പോൾ മറ്റാരുടെ സഹായം തന്നെ ഇതിനകത്ത് ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തെളിവ് സഹിതം പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ ധാർമ്മികതയുണ്ട്. എന്ത് നടപടി ഉണ്ടായാലും അതിനെ നിയമപരമായി തന്നെ നേരിടാനാണോ തീരുമാനം? നിയമപരമൊന്നുമില്ല. അവർ ഇപ്പോൾ നടപടി എന്തായാലും നമ്മൾ സ്വീകരിക്കുക. അത് നോക്കാം. അതിനിപ്പോൾ നമ്മൾ നേരിടുക. പൂർണ്ണമായും ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കല്ലേ സാധാരണ നമ്മൾ ചെയ്യുക? അല്ല, അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എനിക്ക്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറെയാണ്. എനിക്കത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിയമവശങ്ങൾ തേടാനും അതിനകത്ത് വേറെ പോകാനും ഒന്നും ഉള്ള സമയവും ഇല്ല, അതിനുള്ള ആവശ്യവും ഇല്ല. അത് നമ്മൾ വേറെ മറ്റു മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കും. ഡോക്ടർ ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരു ശസ്ത്രക്രിയ ഒരു ഡോക്ടർ മുടക്കി എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. തങ്ങളെ അവമാനിക്കുന്നത്. അതെ, അപ്പം അങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ മുടങ്ങി എന്ന് പറയുമ്പോൾ അപ്പം അടുത്ത ഈ പറഞ്ഞതുപോലെ അത് നമ്മളത് അവഹേളിക്കുന്നതിന് തുല്യമാണത്. അവർ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ല, പിന്നെ നമ്മളെ പ്രതി ആക്കുകയും ചെയ്യുന്നത് അതിനേക്കാളും വലിയ കുറ്റകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവരങ്ങനെയല്ലേ നോക്കുള്ളൂ. അത് നമുക്കെതിരെ എങ്ങനെ അത് ടേൺ ചെയ്യാമെന്നാണല്ലോ ഒരു വലിയ സിസ്റ്റം നോക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയാണ്, ഇത് വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഇതിനെപ്പറ്റി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് രീതിയിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് വിഷയമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞതുപോലെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഡിലേയും അതിൻ്റെ പ്രശ്നങ്ങളുള്ള അതിൻ്റെ കുറ്റവാളികളെ അത് ശരിയായിട്ട് രീതിയിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്.